കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തോന്നെങ്കിലും പടച്ച റബ്ബിനെ പറ്റി പറയുന്ന വിഷയങ്ങളാണല്ലോ ഇതൊക്കെ. അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ അപ്പൊ ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ പറയേണ്ടത് അതാ. ഏത്? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ പഠിപ്പിക്കും? അമാനി മൗലവി നിസ്കരിച്ച അള്ളാഹ്ക്കാണോ ഉമർ മൗലവി നിസ്കരിച്ചത്? ഉമർ മൗലവി നിസ്കരിച്ച അള്ളാഹ്ക്കാണോ സക്കരിയ സലാഹി നിസ്കരിച്ചത്? സക്കരിയ സലാഹി നിസ്കരിച്ച അള്ളാഹ്ക്കാണോ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് കുട്ടിയാക്കന്മാർ നിസ്കരിക്കണത്? നിങ്ങൾ പറയണം. എന്താ അള്ളാഹ്ക്കല്ലേ ഓല് നിസ്കരിച്ചു എന്നാ ചോദ്യം. അള്ളെത്ര മാറി? അപ്പൊ അള്ളാന്ന് പേരിട്ടാൽ അള്ളാഹുല. അള്ളാഹു 41 സിഫത്തുകളുള്ളവനാണ് അള്ളാഹു. നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. 41 സിഫത്ത് മദ്രസയിൽ നിന്ന് പഠിക്കണമെന്നും അത് പഠിക്കേണ്ടതാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാ? നമ്മുടെ ഇമാമുമാരിലൂടെയും ഉസ്താദുമാരിലൂടെയും നമുക്ക് കിട്ടിയ വിവര, ഷഹാദത്തിന്റെ സപ്പോർട്ടുള്ള വിവരം. അതുകൊണ്ടാണ് കേരളത്തിൽ സുന്നികൾ വന്നിട്ട് സഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ സുന്നികൾ വന്നു. അതാരാ പറഞ്ഞ്? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. കേരളത്തിൽ ആദ്യമായി മതപ്രബോധനം നടത്താൻ നബി തങ്ങളുടെ കാലത്ത് തന്നെ മാലിക് ബിൻ ദീനാറാണ് ആദ്യം വന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം തന്നെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്നാൽ ഇപ്പോ അതിന് ചെറിയൊരു മാറ്റം വരുത്താൻ അവർ ശ്രമം നടത്തുന്നുണ്ട്. എന്താ? സ്വഹാബത്തൊന്നല്ല കേരളത്തിൽ ഇസ്ലാം കൊണ്ടെന്ന് എന്ന് പ്രചരിപ്പിക്കാനുള്ള പുതിയൊരു ഗൂഢശ്രമം മുജാഹിദ് നടത്തുന്നുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞ ഈ സ്വഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം കേരളത്തിലേക്ക് വന്നിട്ട് അന്ന് അവര് കേരളത്തിന്റെ തെരുവുകളിൽ വന്ന് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്താണോ ആ റബ്ബിനെ തന്നെയാണ് ഞങ്ങളുടെ ഇമാമിയങ്ങളും ഞങ്ങളുടെ പണ്ഡിതന്മാരും മഹാന്മാരും ഉപ്പാപ്പമാരും ഉപ്പമാരും ഞങ്ങളും മക്കളും ഒക്കെ ആ റബ്ബിനെയാണ് വിശ്വസിക്കുന്നത്, ആ റബ്ബിനാണ് നിസ്കരിക്കുന്നത്. പക്ഷേ 80 കൊല്ലത്തിന്റെ ഇടക്ക് നിങ്ങളുടെ റബ്ബ് എത്ര ഓപ്പറേഷന് വിധേയമായി എന്ന് നിങ്ങൾ പറയണം. അതാണ് നിങ്ങൾ ഈ സമുദായത്തോട് പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ സമുദായവും ഈ സമൂഹവും എന്തൊക്കെയായിരുന്നു വിശ്വസിച്ചത്? നമ്മൾ മനസ്സിലാക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ വിശ്വസിച്ചത് റസൂലുള്ളാഹി പറഞ്ഞു എന്നതാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായത് നമുക്ക്? നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ സ്വഹാബത്ത് അതിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതാണ് നമുക്ക് കൈമാറി കിട്ടിയത്. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങളായിരുന്നില്ല. ഇസ്ലാമിന്റെ പേരിലാണ് അവർ പ്രവർത്തിച്ചത്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് അവരുണ്ടായിരുന്നത്. അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവരുടെ പ്രത്യേകത, അവസരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്തുന്നതാണ് അവരുടെ പ്രത്യേകത. അവസരം കിട്ടിയാൽ അള്ളാഹുവിന്റെ റസൂലിനെ ചെറുതാക്കി കാണും. എന്തൊക്കെ ചാൻസ് അതിനുണ്ടോ അതൊക്കെ ഉപയോഗിക്കും. ആ സ്വഭാവം ആർക്കാ കാണുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആർക്കാണ് ആ സ്വഭാവം കാണുന്നത്? അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ ഹബീബായ നബിയെ, നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ പേരിലൊന്ന് പോവുക. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് നേരത്തെ പറഞ്ഞ മുനാഫിഖീങ്ങളുടെ നേതാവ്, ആ ടീമിന്റെ നേതാവാ. അയാളുടെ പുരയിലൊന്ന് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ വീട്ടിലേക്ക് പോയത് കഴുതയുടെ പുറത്താണ്. അള്ളാഹുവിന്റെ റസൂൽ കഴുതപ്പുറത്ത് കയറി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്, ഇലൈക അന്നീ, മാറി നിൽക്കൂ, നിന്റെ കഴുതയുടെ വാസന, അതിന്റെ ദുർഗന്ധം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. ആരാ മറുപടി പറഞ്ഞത്? റസൂലുള്ളാഹി. സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലഹിമാറു റസൂലില്ലാഹി അത്യബു മിൻക റീഹാ, നിന്റെ ഗന്ധത്തേക്കാൾ നല്ലതാണ് റസൂലുള്ളാഹി വന്ന കഴുതയുടെ വാസന എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളങ്ങ് പ്രതികരിച്ചു. നമുക്ക് റസൂലുള്ളാഹിനെ ഇകഴ്ത്താൻ ഒരു ചാൻസ് കിട്ടിയ അപ്പത് ഉപയോഗപ്പെടുത്തും. എവിടേക്കാണ് ഇത് ഉപയോഗപ്പെടുത്തിയത്? ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു താരതമ്യ പഠനം നടത്തണം. നിങ്ങൾ നോക്ക്, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകൻ അബ്ദുല്ലാ എന്ന് പറയുന്ന ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഈ അബ്ദുല്ലാ എന്നവർ ശരിക്കും അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച മഹാനാ. പക്ഷെ ഉപ്പയാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന വ്യക്തി മുനാഫിഖ. ഈ വാപ്പ അങ്ങനെ ആയതിൽ മോന് വലിയ സങ്കടം. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ, എന്റെ വാപ്പ
അങ്ങയെയും അള്ളാഹുവിനെയും വല്ലാതെ ആക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എന്റെ വാപ്പയെ കൊല്ലാൻ അങ്ങ് സമ്മതം തരുമോ നബിയേ? മോൻ വന്നിട്ട് ചോദിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വാപ്പാനെ കൊല്ലാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ പഴയ ശൈലി തുടർന്നു. മകന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമതും വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ, എന്റെ വാപ്പ അള്ളാഹുവിനെയും തങ്ങളെയും വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്, എനിക്ക് കേട്ട് സഹിക്കാൻ വയ്യ നബിയെ, അതുകൊണ്ട് വാപ്പയെ ഞാൻ കൊല്ലട്ടെ, അങ്ങൊന്ന് സമ്മതം തരുമോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, വാപ്പയെ കൊല്ലാൻ പാടില്ല. അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ മകനെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. പോകാൻ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എന്നാ ഞാൻ കൊല്ലുന്നില്ല, പക്ഷെ അങ്ങൊരു സഹായം എനിക്ക് ചെയ്തു തരണം. എന്താണ് ആ സഹായം? എനിക്കിത് കേട്ട് സഹിക്കാൻ വയ്യ നബിയെ, അതുകൊണ്ട് നിങ്ങളൊരു സഹായം ചെയ്തു തരണം. നിങ്ങൾ വുളൂ എടുത്തിട്ട് ആ വുളൂഇന്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കണം. നബി തങ്ങൾ വുളൂ എടുക്കുമ്പോൾ ആ മുഖത്തിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ ഇറ്റി വീഴുന്ന വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ട് ആ വെള്ളം ഒന്ന് എനിക്ക് തരണം നബിയെ, ഞാൻ ആ വെള്ളം കൊണ്ടുപോയി എന്റെ വാപ്പാക്കൊന്ന് കുടിപ്പിക്കട്ടെ. ആ തങ്ങളുടെ വുളൂഇന്റെ വെള്ളം കുടിച്ച ബറക്കത്ത് കൊണ്ടെങ്കിലും എന്റെ വാപ്പയുടെ മനം മാറ്റം വന്നാലോ, എന്റെ വാപ്പാക്ക് മനം മാറ്റം വന്നാലോ, അതുകൊണ്ട് നബി തങ്ങളെ വെള്ളം തന്ന് സഹായിക്കണം. ഒരു സഹായം ചോദിച്ചു. എന്തിന്? മനസ്സ് മാറാൻ. അഭൗതിക സഹായം ചോദിക്കുന്നത് സക്കരിയ സഹായിന്റെ ഭാഷയെ പറഞ്ഞ കടുത്ത ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി? വുളൂ എടുത്ത് വെള്ളം കൊടുത്തു. വുളൂ എടുത്ത് വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് വാപ്പാക്ക് വെള്ളം കൊടുത്തു. വാപ്പ വെള്ളം കുടിച്ചു. കുടിച്ചതിന്റെ ശേഷം മകൻ വാപ്പയോട് ചോദിച്ചു, വാ, നിങ്ങൾക്ക് ഞാനിപ്പോ തന്ന വെള്ളം ഏതാണെന്നറിയോ? വാപ്പ പറഞ്ഞു, എനിക്കറിയില്ല. മകൻ പറഞ്ഞു, ഇന്നമാ ഹുവ വദൂഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുത്ത വെള്ളമാണ്. റസൂലുള്ളാഹിന്റെ വുളൂഇന്റെ വെള്ളമാണത്. ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിഖ്, അയാളുടെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വുളൂഇന്റെ വെള്ളം വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് വാപ്പാക്ക് കുടിപ്പിച്ചു. വാപ്പത് കുടിച്ചു. അറിയാതെയാ കുടിച്ചത്. കുടിച്ചതിന്റെ ശേഷമാണ് മകൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്കിപ്പോ തന്ന വെള്ളം ഏതാണെന്നറിയോ? വാപ്പ പറഞ്ഞു, അറിയില്ല. അപ്പോഴാ പറഞ്ഞത്, ഇന്നമാ ഹുവ വദൂഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്ത വെള്ളമാണ്. ഇതങ്ങ് കേട്ടപ്പോ ആ മുനാഫിഖിന്റെ ഹാലങ്ങ് മാറി. നബി തങ്ങളുടെ വുളൂഇന്റെ വെള്ളമാണ് എനിക്കെന്റെ മകൻ കൊണ്ടുവന്നതെന്നത്, ആ വെള്ളമാണ് ഞാൻ കുടിച്ചതെന്ന വാർത്ത അറിഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന്റെ ഹാലങ്ങ് മാറി. ഇങ്ങനെ നേർച്ചച്ചോറുന്നുണ്ടല്ലോ ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു ഹാല് മാറ്റം, അതേപോലെ ഹാലങ്ങ് മാറി. ഹാല് മാറിയിട്ട് അയാള് പറഞ്ഞ വളരെ വൃത്തികെട്ടൊരു വാചകമുണ്ട്, സഖൈതനി ബൗല ഉമ്മിക്, നിന്റെ ഉമ്മയുടെ മൂത്രമാണ് നീ എന്നെ കുടിപ്പിച്ചത് എന്നാണ് അയാൾ പറഞ്ഞത്. അത്രയും വൃത്തികെട്ട വാചകമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിന്റെ വെള്ളത്തെ കുറിച്ച് പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഷഹാദത്തിന്റെ ഷഹാദത്തിന്റെ സപ്പോർട്ടോടുകൂടി വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്ത് മനസ്സിലാക്കുകയും പാരമ്പര്യത്തിലൂടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ, ഇമാമുമാരിലൂടെ, ആരിഫീങ്ങളിലൂടെ, ഔലിയാക്കളിലൂടെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ദീൻ ഏതാണോ അത് മാത്രമാണ് സത്യമായ ദീൻ. അതുകൊണ്ട് തന്നെയാണ് ആ ദീനിന് മാറ്റമില്ല. അതേ സ്ഥാനത്ത് ഈ അടുത്ത് രൂപപ്പെട്ടിട്ടുള്ള, കാലങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ദീനുണ്ടല്ലോ, ഷഹാദത്തിന്റെ സപ്പോർട്ടില്ലാത്ത, ഔലിയാക്കളുടെ പിന്തുണയില്ലാത്ത, മഹാന്മാരുടെ പിന്തുണയില്ലാത്ത, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഷാഹിദ് ഗായിബിലേക്ക് കൈമാറിയ ദീൻ അല്ലാത്തത് കൊണ്ടാണ് ആ ദീനിന്റെ ആശയങ്ങൾക്ക് നിലനിൽപ്പില്ലാതെ പോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, നമുക്ക് മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മളെ കൂട്ടാൻ അള്ളാഹുവിന്റെ മലായിക്കത്തുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഹിദായത്തും ഇസ്തിഖാമത്തും ഈമാനും ഉള്ളവരാകണം. ഇസ്തിഖാമത്തിന്റെ വഴിയിൽ അള്ളാഹു പഠിപ്പിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച ആ ശരിയായ ദീനീയ ആദർശത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന് അന്ത്യം വരെ അതിനു വേണ്ടി പ്രവർത്തിക്കാനും അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനും നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.